നീ മൂത്ത കുട്ടിയാണ്, നിന്നെ കണ്ടാണ് ഇളയ കുട്ടികൾ പഠിക്കുന്നത്, നീ മൂത്ത ആളാണ്, അത് കുഞ്ഞാണ്. നമ്മളത് ആരോടാ പറയുന്നതെന്ന് കൂടി ചിന്തിക്കണം. ഒരു കുഞ്ഞു വാവയോട് ആണെന്ന് നമ്മൾ പറയുന്നത്, നീ മൂത്തതാണ്, അത് കുഞ്ഞാണ്. ഹലോ ഡിയേഴ്സ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഫിസിക്കലായിട്ട് ചലഞ്ചസ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ, രോഗങ്ങൾ, ഹെൽത്ത് ഭയങ്കര മോശം കണ്ടീഷനിൽ പോകുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വളരെ വേഴ്സ്റ്റായിട്ട് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഭയങ്കര പരാജയം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് മോശം അവസ്ഥ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ പലർക്കും ഇതിൻ്റെ റീസൺ എന്താണെന്നറിയാതെ അവരൊരുപാട് മെഡിസിൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്ത് ചെയ്തിട്ടും സൊല്യൂഷൻ കിട്ടാതെ വലയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റീസണിലേക്ക് പോയാൽ നമ്മൾ അറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ 8-9 മക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ അത് 1ആയിട്ടും 2ആയിട്ടും ഒക്കെ ചുരുങ്ങിയിട്ടുണ്ട് അല്ലേ. ഇപ്പം എല്ലാവരും പറയും, ഒരു കുഞ്ഞ് വരുമ്പോൾ എല്ലാവരും പറയാറുള്ളൊരു കാര്യം, ഒരാളും കൂടി വേണം. കാരണം കുട്ടിക്ക് കൂട്ടിന് മൂത്ത ആൾക്ക് കളിക്കാനെങ്കിലും ഒരാൾ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പലരും പ്ലാൻ ചെയ്തിട്ടാണ് പ്രഗ്നൻസിയിലേക്ക് പോകുന്ന. ഒരു കുഞ്ഞുണ്ടായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ചിലർ പറയും 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് വളരുമല്ലോ, ജോലി തീരുമല്ലോ, ഒരേ ലെവലിൽ അങ്ങ് പൊക്കോളുമല്ലോ എന്ന് ചിന്തിച്ച് പ്രഗ്നൻസി ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയം തന്നെ അടുത്ത പ്രഗ്നൻസിയിലേക്ക് പോകുന്നവരുണ്ട്. ചിലർ ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായി സെക്കൻഡ് പ്രഗ്നൻസി ഉണ്ടാവുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞ് ഇപ്പോൾ 1 വയസ്സോ 1.5 വയസ്സോ ആകുമ്പോഴേക്കും അടുത്ത ഒരു കുഞ്ഞു കൂടി അമ്മ പ്രഗ്നൻ്റ് ആവുകയോ അടുത്തൊരു കുഞ്ഞു കൂടി വരാൻ തയ്യാറാവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലഞ്ചുണ്ട്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ കുട്ടികൾ 1, 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മൂത്ത കുട്ടിയെ നോക്കി, നീ മൂത്ത കുട്ടിയാണ്, നിന്നെ കണ്ടാണ് ഇളയ കുട്ടികൾ പഠിക്കുന്നത്, അതുകൊണ്ട് നീ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സജഷൻസ് കൊടുത്ത് അഡ്വൈസ് കൊടുത്ത് മൂത്ത കുഞ്ഞിനെ ഇങ്ങനെ എന്താ പറയുക, അതിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ട്. അത് ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് സാധാരണ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ മൂത്ത കുഞ്ഞിന് ഒരു വയസ്സായി ഇരിക്കുന്ന ടൈമിൽ അമ്മ വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ പ്രഗ്നൻസി പീരീഡിലേക്ക് വീണ്ടും പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീക്ക് ഒരു പ്രഗ്നൻസി പീരീഡിൽ കുറേ ചേഞ്ചസുകളുണ്ടാകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നു, ഇമോഷൻസ് വരുന്നു. അങ്ങനെയെല്ലാം വരുമ്പോൾ ഈ ആദ്യത്തെ കുഞ്ഞിന് വേണ്ടത്ര പരിഗണന കൊടുക്കാൻ ഒരുപക്ഷെ സമയം കിട്ടില്ല. അപ്പോൾ മൂത്ത കുട്ടിയാണെന്നുള്ളൊരു ലേബൽ ഇരുന്നാൽ പോലും ആ കുട്ടി കുഞ്ഞു കുട്ടിയാണ്. ചിലപ്പോൾ അതിന് 1.5 വയസ്സോ 2 വയസ്സോ ഉണ്ടാവുള്ളൂ. ആ സമയത്തായിരിക്കും ഇളയാളിൻ്റെ വരവ് വരുമ്പോൾ ഈ കുഞ്ഞ് എപ്പോഴെങ്കിലും ഒന്ന് അമ്മയുടെ അടുത്ത് പോകാൻ ശ്രമിക്കുമ്പോഴോ, അമ്മയുടെ അടുത്ത് അമ്മയെ ചെന്നൊന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെ അമ്മയുടെ അടുത്തൊന്ന് കിടക്കാൻ ആഗ്രഹിക്കുമ്പോഴോ ഉടനെ കൂടെ നിൽക്കുന്ന ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ്, നീ മൂത്ത ആളാണ്, അത് കുഞ്ഞാണ്. നമ്മളത് ആരോടാ പറയുന്നതെന്ന് കൂടി ചിന്തിക്കണം. ഒരു കുഞ്ഞു വാവയോട് ആണെന്ന് നമ്മൾ പറയുന്നത്, നീ മൂത്തതാണ്, അത് കുഞ്ഞാണ്. എന്ത് ഇമോഷൻസ് ആയിരിക്കും ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടാവുക? കുഞ്ഞുങ്ങൾക്ക് ഇമോഷൻസ് ഇല്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. അവർക്ക് എല്ലാ ഇമോഷൻസും ഉണ്ട്. അപ്പോൾ ആ സമയം തന്നെ കുഞ്ഞിനോട് പറയാണ്, അത് കുഞ്ഞാണ്, നീ മൂത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ സജഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുട്ടിക്കാലമാണ്. മനോഹരമായ കുട്ടിക്കാലമാണ്. ചിരിക്കാനും കരയാനും ഒക്കെയുള്ള അവൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവളുടെ അവകാശങ്ങളെയാണ് നമ്മളവിടെ നിഷേധിക്കുന്നത്. ഒരു കുഞ്ഞായി വളരാൻ അതിന് അവസരം കിട്ടുന്നില്ല. ഒരിക്കലും അതിൻ്റെ അമ്മ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കും. അമ്മയുടെ അടുത്തുനിന്ന് കിടക്കണമെന്ന് തോന്നുമ്പോൾ ഇനിയും അമ്മയെ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞൊക്കെ ആയിരിക്കും അതും. പക്ഷേ ഇളയാൾ വന്നു കഴിയുമ്പോൾ പ്രിഫറൻസ് മുഴുവൻ ഇളയാൾക്ക് പോവും. അപ്പോൾ ഈ കുഞ്ഞിന് അതൊന്നും കിട്ടില്ല. ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കും അതിൻ്റെ അമ്മ എപ്പോഴും അതിന്. അതുകൊണ്ട് തന്നെ സ്നേഹം എന്താണ്, പരിഗണന എന്താണ്, ഇതൊന്നും ആ കുഞ്ഞിന് മനസ്സിലാവില്ല. മാത്രമല്ല വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ കുഞ്ഞ് മുതിർന്ന ഒരാളായിട്ട് മെച്യൂറായിട്ട് പെരുമാറേണ്ടി വരും. അതെത്രത്തോളമാണ്
അതിൻ്റെ ലൈഫിലേക്ക് ബാധിക്കുക എന്നറിയോ? എന്തെല്ലാം ഇമോഷൻസ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടി വളരുന്നതെന്നറിയോ? എന്നെ ആർക്കും ഇഷ്ടമല്ല, മീൻസ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ എപ്പോഴും മെച്ചുറായിരിക്കണം, ഞാൻ കരയാൻ പാടില്ല, ഞാൻ ചിരിക്കാൻ പാടില്ല, ഞാനൊരു മോഡലായിരിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ കുട്ടി മുന്നോട്ട് പോകുന്നത്. ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് അതിനൊന്ന് കരയാനോ ചിരിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പം അമ്മ കൂടെ ഉള്ളപ്പോൾ അമ്മ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ അമ്മ തന്നെ വേണം, അതിന് പകരം വയ്ക്കാൻ ആരുമില്ല എന്ന് നമുക്കറിയാം. കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് നിഷേധിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ എന്തൊക്കെ സംഭവിക്കാം? ആ വന്ന ആളിനോടുള്ള ദേഷ്യം, അതിനോട് അടുപ്പമില്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനെല്ലാം തട്ടിയെടുക്കാൻ വന്ന ആളായിട്ട് ആ ഇളയ കുഞ്ഞിനെ കാണുന്നു. മാത്രമല്ല എനിക്ക് യാതൊരു അവകാശങ്ങളും ഈ ലോകത്തില്ല, ഇങ്ങനെയുള്ള കുറേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഇമോഷൻസ് ഹോൾഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് വളരുന്നത്. അപ്പോൾ അത് അഡൽട്ട്ഹുഡ് ലൈഫിലേക്ക് വരുമ്പോൾ അതിന് ഹെൽത്ത് ചലഞ്ച് ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ചലഞ്ച് ഉണ്ടാവാം, ഒരുപാട് ചലഞ്ചുകളിലൂടെ ആ കുട്ടി കടന്നു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സെക്കൻഡ് പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും ഒരു 5 years എങ്കിലും ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ആ ഒരു മൂത്ത കുഞ്ഞിന് വേണ്ട എല്ലാ കൺസിഡറേഷനും കാര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അതിന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് വേണം അടുത്ത ഒരു ഇതിലേക്ക് നമ്മൾ പോകേണ്ടത്, അടുത്തൊരു കുഞ്ഞിന് നമ്മൾ തയ്യാറെടുക്കേണ്ടത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ അവകാശങ്ങളാണുള്ളത്. എല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത് ഒരുപോലെയാണ്. അപ്പോൾ ഒരാൾക്കത് നിഷേധിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫ് ഒരു ചലഞ്ചായിട്ട് മാറും. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ഭൂമിയിലേക്ക് എത്തുന്ന മാലാഖമാരാണ്. അവർക്കെല്ലാവർക്കും അർഹിക്കുന്ന സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടട്ടെ. എല്ലാവരുടെയും ലൈഫ് ഫ്ലറിഷ് ചെയ്യട്ടെ. എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അച്ചീവ്മെൻറ്റ് നടത്തി മുന്നോട്ട് പോകാൻ ഓരോ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ. അതിനെല്ലാം റെസ്പോൺസിബിൾ പേഴ്സൺ നമ്മൾ ഓരോരുത്തരുമാണെന്ന് കൂടി നമുക്ക് എപ്പോഴും ഓർക്കാം. അപ്പോൾ അടുത്ത മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.